ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 300 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മനോല മാർക്കസിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളേഴ്സിനോടാണ്. അതായത് നിങ്ങൾ പുറത്ത് പോയി കളിക്കൂ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുണ്ടസ് ലീഗയിലോ അല്ലെങ്കിൽ ലാ ലീഗയിലോ ഇവിടെ ഒന്നും കളിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അതിന് താഴെയുള്ള കുറച്ച് ലീഗുകളുണ്ട്. ഇപ്പോൾ സ്പാനിഷ് 3 ടയറുണ്ട്, 4 ടയറുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത പല ലീഗുകളും ഉണ്ട്, യൂറോപ്യൻ ലീഗ്സ് ഉണ്ട്. സോ അവിടെയൊക്കെ പോയി കളിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്രയും സാലറി ഒന്നും കിട്ടിയില്ലെന്ന് പറയാം, പക്ഷേ നിങ്ങളുടെ ഫുട്ബോളിൻ്റെ ക്വാളിറ്റി ഉറപ്പായിട്ട് കൂടിയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആശിഷ് റായെക്കുറിച്ചായിരുന്നു. അതായത് ആശിഷ് റായ്ക്ക് ഈ ഗോഷ്ടി മാച്ചിൻ്റെ സിസ്റ്റത്തിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നല്ല ക്വാളിറ്റി പ്ലെയർ അല്ലേ, താങ്കളുടെ സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടാവുമോ, അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആശിഷ് റായ് വളരെ മികച്ചൊരു പ്ലെയറാണ്. ബട്ട് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തെക്കാട്ടി ക്വാളിറ്റി കൂടി അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ നൽകുന്ന വേറെ പ്ലേയേഴ്സും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഐ ലീഗ് പ്ലേയേഴ്സിന് അവസരം കൊടുക്കുകയും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേയേഴ്സാണ് കുറച്ചുകൂടെ ഹെവി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടഫ് കോമ്പറ്റീഷൻ അവർക്കാണ് നേരിടേണ്ടി വരുന്നത്. നമുക്കറിയാം ടോപ്പ് 4 താരങ്ങൾക്കെതിരെയൊക്കെ അവർ കളിക്കും. സോ അവരുടെ ക്വാളിറ്റി ആ ഒരു ലെവലിലായിരിക്കും. സോ അതുകൊണ്ടാണ് പലരും ഐ ലീഗിൽ നിന്ന് പ്ലെയർ ചൂസ് ചെയ്യാത്തത്. അത് ഈ കുറച്ച് വർഷമൊക്കെ അതുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഉറപ്പായിട്ടും അവിടെ ഒരു ക്വാളിറ്റി പ്ലെയർ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്തിരിക്കും. പക്ഷേ കൂലായിട്ട് നോക്കാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിനോട് ചോദിച്ചു, ഇന്ത്യൻ ഫുട്ബോൾ മാനേജറായിട്ടുള്ള ആദ്യത്തെ തങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ AFC ഏഷ്യ കപ്പിൻ്റെ പോർട്ട് 1 എത്തിക്കുക, അതാണ് തൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ അതിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഇതുവരെ ഇല്ലാത്തൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് മെൻറ്റാലിറ്റിയാണ്. അതായത് വിജയിക്കണം എന്നൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നാഷണൽ ടീമിന് കളിക്കണം എന്നൊരു മെൻറ്റാലിറ്റി അവർക്ക് വേണം, അതൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം. സോ അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വേറെ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ വലുതാകുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വികാസ് സിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം പ്രീ സീസൺ ടൂർണമെൻറ്റിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം കളിച്ചിരുന്നു. ഈശാൻ പണ്ഡിത് അടിച്ചൊരു ഗോളിന് അദ്ദേഹം അസിസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. സോ എന്നിട്ടും അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു ഡ്യൂറൻ കപ്പിൽ ഇതുവരെ ഒരു പ്ലേയിങ് ടൈം കിട്ടാത്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് 0 പ്ലേയിങ് ടൈമാണ് 3 കളി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ളത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഐ ലീഗിലൊക്കെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് പ്രീ സീസണിലും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു. എന്നിട്ട് കുറേയധികം താരങ്ങൾക്ക് അവസരം കിട്ടി, വികാസ് സിംഗിന് മാത്രം അവസരം കിട്ടിയിട്ടില്ല. സോ എന്താണെന്നാണ് ചോദ്യം. ഇപ്രാവശ്യത്തെ ലോണിൽ വിടാനാണോ പ്ലാൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും പരിക്കില്ലെന്നൊക്കെയാണ് കേട്ടത്. അതിന് പരിക്കൊന്നുമില്ല, മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തെ ഇറക്കാത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല.